ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് അങ്ങ് ഗാസയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചില വാർത്തകളാണ്. നമുക്കറിയാം അവിടെ ഗാസയിൽ ഒരു സ്വാതന്ത്ര്യ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണല്ലോ. യെസ്. അപ്പോൾ അവിടെ ആ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഇടയിൽ ചില അപശബ്ദങ്ങൾ പുറത്തേക്ക് വരുന്നു. അപശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളും ഇതേപോലെ സ്വാതന്ത്ര്യ സമരമൊക്കെ നടത്തിയിട്ടുള്ള ടീമാണ്. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഇതേപോലെ വലിയ സ്വാതന്ത്ര്യ സമരം നടന്നിട്ടുള്ളതാണ്. വർഷങ്ങൾ നീണ്ടുവന്ന സമരം. അതിൽ ഒരുപാട് വേണ്ടപ്പെട്ട ആളുകളൊക്കെ നമ്മളെപ്പോഴും പേരെടുത്ത് പറയാറുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ഗാന്ധിജിയെക്കുറിച്ച് പറയുന്നു, നെഹ്റുവിനെക്കുറിച്ച് പറയുന്നു, താന്തിയ തോപ്പിയെക്കുറിച്ച് പറയുന്നു, പട്ടേലിനെ കുറിച്ച് പറയുന്നു, അതല്ലെങ്കിൽ സുഭാഷ് ചന്ദ്ര ബോസിനെ കുറിച്ച് പറയുന്നു, അതുമല്ലെങ്കിൽ നമ്മുടെ ഭഗത് സിംഗിനെ കുറിച്ച് പറയുന്നു. അങ്ങനെ എണ്ണിയാൽ തീരാത്ത ആളുകൾ. അതേപോലെ ഗാസയിലും ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികളുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഒരൊറ്റ കുട്ടിക്ക് പോലും ഒരാളുടെയും ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെയും പേര് പറയാൻ കഴിയില്ല. കാരണം എല്ലാം മുഖം മറിച്ചിട്ട് നടക്കുന്ന പേടിത്തൊണ്ടന്മാരാണ്. നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളൊന്നും അങ്ങനെയായിരുന്നില്ല. അവരൊക്കെ മുഖം മറിച്ച്. ഇപ്പോൾ ഞാൻ ഈ ഓരോ പേര് പറഞ്ഞപ്പോഴും നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഞാൻ പറയും, സുഭാഷ് ചന്ദ്ര ബോസ് നിങ്ങളുടെ മനസ്സിലേക്ക് എന്താ വന്നത് നിങ്ങളൊന്ന് ആലോചിക്കുക. ഗാന്ധിജിയുടെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഒന്നും വരില്ല. ആ ഒരു വരയും ഒരു വടിയും ആ സാധനമൊക്കെ നിങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടാവും. ഇത്ര വേണ്ടു. കാരണം ആ വട്ടക്കണ്ണടയും ഇതൊക്കെ നമുക്ക് ഇപ്പോഴും ഓർമ്മയാണ്. നെഹ്റു എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലേക്ക് ചില ഓർമ്മ വരും. ഒരു ഒന്നുമില്ലെങ്കിൽ ഒരു റോസാപ്പൂവെങ്കിലും വരും. വളരെ വിദഗ്ധനായിരുന്ന ആൾ പൂവും കൊണ്ട് നടക്കാൻ. ഇനി അങ്ങനെ ഏത് പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാലും ഭഗത് സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ചില ചിത്രം നിങ്ങൾ മനസ്സിലേക്ക്, ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ മനസ്സിലേക്ക് വരിക. ഇനി ഞാൻ ഇതേപോലെ കുറച്ച് സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ട് അറിയപ്പെടുന്ന നമ്മുടെ ഹമാസ് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേര് ഞാൻ പറയാം. അപ്പോൾ നിങ്ങളൊന്ന് മുഖം ഒന്ന് ഓർത്തെടുക്കണം. മഹമ്മൂദ് അബ്ബൂസ് ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ നോക്കാം. യൂസുഫ് മുസ്തഫ മറ്റൊരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ് കേട്ടോ. പേര് വല്ലതും കിട്ടുന്നുണ്ടോ? ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ വരാത്തത് എൻ്റെ കുഴപ്പമില്ല. അന്നാട്ടിലെ ആളുകൾക്ക് പോലും കിട്ടുന്നില്ല. പിന്നെ ആ കൂടി കുറച്ച് ആളുകളുണ്ട്, കുറച്ച് തുറപ്പന്മാരായിട്ട് നമ്മൾ അറിയപ്പെടുന്നത്. അതിപ്പോൾ യഹിയ സിൻവറിനെ നമുക്ക് അറിയാം. അത് നമ്മൾ എലിയുടെ പോലെ ഏതാണ്ട് പി ചിത്രത്തിൽ കാണുന്ന മാതിരിക്കും. അതാണ് ഇപ്പോൾ നാട്ടുകാർക്ക് ഓർമ്മ വരാറുള്ളത്. പിന്നെ ഉള്ളത് നമ്മുടെ ഹനിയ നമുക്കറിയാം. കുറച്ച് ഇതേപോലെ പോകരുതൊക്കെ പറഞ്ഞു നടന്നിട്ടുള്ള ആളാണ്. അയാളുടെ മുഖം കുറച്ച് ആളുകൾക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാവും. അതിനപ്പുറത്തേക്ക് വേറെ സ്വാതന്ത്ര്യ സമര സേനാനികളൊന്നുമില്ല. ബാക്കിയൊക്കെ ഈ മുഖമൂടിധാരികൾ മാത്രമാണ്. ഇങ്ങനെയാണ് ഇവിടുത്തെ സ്വാതന്ത്ര്യ സമരം. പോട്ടെ, എന്തായാലും അതിനിടയിൽ ഇപ്പോൾ കണ്ടിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഇത് അധികമൊന്നും നീട്ടിയെന്ന് പറയുന്നില്ല, ചെറിയൊരു കാര്യം പറയുന്നു. നേരെ നമ്മളെ കുറച്ച് ഈ ഗാസ വിഷയത്തിൽ ഇപ്പോഴും സംശയമൊക്കെ കൊണ്ടുനടക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണോ തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തന്നെ വീണ്ടും പറയാനുള്ള അവസരമായിട്ടും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കൂടുതൽ വ്യക്തതയോടുകൂടി പുറത്തേക്ക് തെളിഞ്ഞു വരുന്നത് നമുക്ക് കാണുമ്പോൾ നമുക്കത് സംബന്ധിച്ചിട്ട് നിങ്ങളുടെ ചില അഭിപ്രായങ്ങളാണ് എനിക്ക് അറിയാനുള്ളത്. മറ്റു വിഷയങ്ങളൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് നേരെ കോളിലേക്ക് പോകുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ പ്രതീക്ഷ. അപ്പോൾ ഇവിടെ കണ്ടത് മഹമ്മൂദ് അബ്ബാസ് എന്ന് പറഞ്ഞ ആൾ, അദ്ദേഹം നമ്മുടെ പാലസ്തീനിയൻ അതോറിറ്റി എന്ന് വെച്ചാൽ ഇപ്പോൾ വെസ്റ്റ് ബാങ്കിൻ്റെ ചുമതലയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ചുമതലയുള്ള ആളാണ്. അപ്പോൾ പക്ഷേ നമ്മൾ പറയും വെസ്റ്റ് ബാങ്ക് ഗാസ എന്നൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് പറയേണ്ട കാര്യമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും. കാരണം ഇതെല്ലാം പലസ്തീൻ എന്നാണല്ലോ നിങ്ങൾ വിളിക്കാറ്, ഇൻക്ലൂഡിങ് ഇസ്രായേൽ ഉൾപ്പെടെ എല്ലാം പലസ്തീൻ എന്നാണല്ലോ നിങ്ങൾ പറയുക. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പലസ്തീനകത്ത് ഈ റിവർ ടു സീ പാലസ്തീൻ വിൽ ബി ഫ്രീ എന്ന് പറയുന്ന ജനോസൈഡ് കോളിനകത്തുള്ള ആ പാലസ്തീനിൽ ഉള്ള ഒരു സ്ഥലമായ വെസ്റ്റ് ബാങ്കിൻ്റെ അഡ്മിനിസ്ട്രേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ചങ്ങാതി എന്ന് വെച്ചാൽ മഹമ്മൂദ് അബ്ബാസ് എന്ന് പറഞ്ഞ ചങ്ങാതി ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നത് ഹമാസിനോടുള്ള ഒരു താക്കീത് പോലെ, അല്ലെങ്കിൽ ഒരു ഫ്രസ്ട്രേഷൻ്റെ ഭാഗമായിക്കൊണ്ട് നടത്തിയിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്. എന്താണത്? എൻ്റെ പൊന്ന് നായിൻ്റെ മക്കളെ, കുട്ടികളെ കടുത്തന്നെ ഒന്ന് മാറി നിൽക്കും. ഇത് എനിക്ക് വേറെ ഭാഷയിലൊന്നും പറയാൻ അറിയില്ല. ഇത് അദ്ദേഹത്തിൻ്റെ വാക്ക്, സൺസ് ഓഫ് ഡോഗ്സ് എന്നാണ് വിളിച്ചിരിക്കുന്നത്, നായിൻ്റെ മക്കളെ എന്ന് തന്നെയാണ് പച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. നിങ്ങൾ ഇവരെയൊക്കെ ഒന്ന് കയറ്റി വിടൂ, എന്നിട്ട് ഇസ്രായേലിന് ഇങ്ങനെ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ന്യായങ്ങൾ ഒഴിവാക്കി കൊടുക്കൂ, നിങ്ങൾ എന്ത് പണിയാണ് കാണിക്കുന്നത്, ആ ഹോസ്റ്റേഴ്സിന് ഒന്ന് റിലീസ് ചെയ്ത് കൊടുക്കൂ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ നമ്മൾ ഹമാസ് ആംഗളമാരെന്ന് പറയും, അങ്ങനെയൊക്കെ പറയാമോ, നമ്മൾ നാളെ കാണേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വിഷമം. ഇങ്ങനെയൊക്കെ പറഞ്ഞത് ശരിയായില്ല, ഞങ്ങൾക്ക് നൊന്തു കേട്ടോ, ദണ്ണം ഉണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വല്ലാതെ നിലവിളി.